അപ്പൊ ചാർക്കോൾ സീരീസിൽ വന്നിട്ട് ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ എന്താ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോയ വീഡിയോയിൽ വന്നിട്ട് 2 റെഫറൻസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ വന്നിട്ട് ഒന്ന് ചൂസ് ചെയ്യാൻ കമന്റ് ഇടാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൂടുതൽ പേര് കമന്റ് ഇട്ടത് വന്നിട്ട് ഈ ഒരു ധനുഷിന്റെ ഈ പിക്ചർ വരയ്ക്കാനായിട്ടാണ്. അപ്പൊ നമുക്ക് ഈ ഒരു പിക്ചർ തന്നെ ചാർക്കോളിൽ വരയ്ക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു പിക്ചർ നമുക്ക് അങ്ങനെ റെഫറൻസ് രൂപത്തിലാക്കിയിട്ട് നമുക്ക് മാറ്റിയെടുക്കുക എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയിട്ട് പിന്നെ അതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ റെഫറൻസ് ആക്കി എടുക്കുക എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നിങ്ങളുടെ പേജ് കാണുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വരയ്ക്കണം കൂട്ടുകാർ നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ഇറങ്ങാം. ഇപ്പോൾ ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് വന്നിട്ട് സ്നാപ്സീഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷനിൽ പോയിട്ട് നമുക്ക് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ വന്ന ഫിൽറ്ററിൽ തന്നെ നമുക്കിതിൽ ഫൈൻ ആർട്ട് എന്നുള്ളതുണ്ട്. അത് കൊടുത്തതിന് ശേഷം നമുക്ക് ബ്രൈറ്റ്നസ്, അതുപോലെ തന്നെ കോൺട്രാസ്റ്റ്, സാച്ചുറേഷൻ, ആംബിയൻസ്, അതുപോലെ തന്നെ ഹൈലൈറ്റ്, ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ എടുത്തിരിക്കുന്ന പിക്ചർ വന്നിട്ട് ക്ലാരിറ്റി കമ്മിയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പോയിട്ട് ഡീറ്റെയിൽ എന്ന ഓപ്ഷനിൽ പോയിട്ട് സ്ട്രക്ചർ നമുക്ക് കൂട്ടി കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ തന്നെ കുറച്ചുകൂടി നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും.